എല്ലാം സഹിച്ചും ക്ഷമിച്ചും രമ്യമായിട്ട് പരിഹരിച്ച് മുന്നോട്ട് പോകല്ലേ വേണ്ടത്. അല്ലാതെ എല്ലാം ഉപേക്ഷിച്ച് എടുത്തു ചാടി ഇങ്ങോട്ട് പുറപ്പെട്ടു പോരുവാണ് വേണ്ടത്. ദേ, എന്തൊക്കെ വന്നാലും ഭൂമി ദേവിയോളം ക്ഷമിച്ച് കയ്പുനീര് കുടിക്കാൻ വിധിക്കപ്പെട്ടവരാ നമ്മളെ ഭാര്യമാര്. മോള് തൽക്കാലം ഒന്ന് വിശ്രമിക്കും. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അമ്മയുടെ ഒടുക്കത്തൊരു സാരോപദേശം. ഒരേ ഒരു മോൾ ചേറ്റക്കൂട്ടങ്ങളോടൊപ്പം കൂടി അനുഭവിക്കാവുന്നതിന്റെ പരമാവധി അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഇവളെ കൊല്ലാക്കൊല ചെയ്യിക്കാൻ ആ നരകുഴിയിലേക്ക് ഓടിക്കാനാണോ നിന്റെ ഭാവം? ഒരു പിഞ്ചു കുഞ്ഞിനെ കലക്കി തെറിപ്പിച്ച് കലി തീർത്തവളാണ് മന്ദന. അവള് എന്റെ മോളെ കൊല്ലില്ലെന്ന് എന്താടി ഉറപ്പ്? വേണ്ട, എന്റെ മോൾക്ക് ഇനി മാധവന്റെ വീട്ടിൽ ഒരു കുടുംബജീവിതം വേണ്ട. സമാധാനത്തോടെ ഇവിടെ കഴിയട്ടെ. എന്റെ മോളെ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിച്ചതിന് നന്ദി. ഇനിയും എന്തിനാടാ ഇവിടെ മണപ്പിച്ച് നിൽക്കുന്നത്? ഇറങ്ങിപ്പോടാ. ഞാൻ ഇറങ്ങുവാ. ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ച കടത്തെണ്ണ കിടന്നുറങ്ങുന്നതും ശീലിക്കാവുന്നതേ ഉള്ളൂ. അച്ഛാ, ഈ മനോജ് വീട്ടിലേക്കില്ലെന്ന തീരുമാനത്തോടെ വന്നിരിക്കുന്നത്. എന്തൊക്കെയായാലും എന്റെ ഭർത്താവല്ലേ, അവനെയും എന്നോടൊപ്പം ഇവിടെ കഴിയാൻ അനുവദിക്കണം. അച്ഛൻ അനുവദിച്ചില്ലെങ്കിൽ ഞാനും അവനോടൊപ്പം തെരുവിലേക്ക് ഇറങ്ങിക്കോളാം. അയ്യോ, അത്രയും വലിയ കടുങ്കയൊന്നും വേണ്ട മോളെ. മുൻ MLA കുറുപ്പിന്റെ മോളും മരുമോനും കടത്തിണ്ണ നിരങ്ങുന്ന വാർത്ത കാട്ടുതീ പോലെ പടരും. അടുത്ത തെരഞ്ഞെടുപ്പില് അത് കുറുപ്പിന്റെ വിജയ സാധ്യതയെ ബാധിക്കും. അത്രയും വലിയ തിരിച്ചടി കുറുപ്പ് ഇഷ്ടപ്പെടുന്നില്ല. സമ്മതിക്കുന്നു, തെറ്റുപറ്റിന്നിരിക്കട്ടെ. ഒരാളെ ഭാര്യയുടെ മുന്നിൽ വെച്ച് തല്ലി ചതച്ചത് പോരാനിട്ട് ആട്ടി ഇറക്കിയത് ശരിയാണോ? പിന്നെ മകനാണെങ്കിൽ കൂടി മനോജ് ആ വീട്ടിൽ നിന്നും ഒരു അനുകമ്പയും സ്നേഹവും പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ഇറങ്ങി പോകുന്നത്. ഇവിടെ ഞങ്ങളുടെ ശരി ചേട്ടന് തെറ്റായിട്ട് തോന്നുന്നുണ്ടോ? അല്ലേലും അതങ്ങനെ തന്നെയാണല്ലോ. എന്റെ കുഞ്ഞിനെ കൊന്നപ്പോഴും ചേട്ടൻ അവരുടെ പക്ഷത്ത് തന്നെ ആയിരുന്നല്ലോ. ജഗ, നീ ഇപ്പൊ കൂടെ നിൽക്കേണ്ടത് നിന്റെ സഹോദരിക്കൊപ്പമാണ്, അല്ലേ? അല്ലാതെ അവളെ ദ്രോഹിച്ച മാധവനും വന്ദനയ്ക്കൊപ്പമല്ല. ഈ വീട്ടിലെ തെറ്റും ശരിയുമൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. പിന്നെ മനോജും അവന്റെ അച്ഛനും തമ്മിലുള്ള പ്രശ്നത്തിൽ ഞാനായിട്ട് ഇടപെടുന്നില്ല. ഹരിതമോള് തെറ്റുകാരി അല്ല. മനോജ് എവിടെ താമസിക്കണം, എന്ത് ചെയ്യണമെന്നൊക്കെ ഹരിത തീരുമാനിക്കും. മോളെ, ആ മനോജിനെയും കൂട്ടി നീ നിന്റെ മുറിയിലേക്ക് പോക്കോ. ചെല്ലേ. കഴിക്കും മോളെ.
ജഗനൊന്നും തോന്നരുത്. അറിയാത്തതൊന്ന് ചോദിക്കുക. ജഗനെന്തിന് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ഇടപെടുന്നത്? ജഗന് വേറെ ജോലിയൊന്നുമില്ലേ? സത്യം. ഞാനിത് അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. ആ ഇതേ ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. ഞങ്ങളൊക്കെ സാധാരണക്കാരാ, അന്നന്നത്തെ അന്നത്തിന് കഷ്ടപ്പെടുന്ന സാധാരണ മനുഷ്യര്. അല്ലാതെ ജഗനെ പോലെ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിച്ചവരൊന്നുമല്ല, രാഷ്ട്രീയ പാർട്ടിക്കാരും അല്ല. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരന്റെ ഇടപെടലും ഇവിടെ വേണ്ട. വിളിക്കാത്തടത്ത് ഇങ്ങനെ വലിഞ്ഞു കയറി ശല്യം ചെയ്യുന്നതും എന്ത് അവകാശത്തിന്റെ പുറത്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല.